ഇവിടെ ഞാൻ ഇടവേള റാഫിയാണ്. ഞങ്ങൾ പോണ വഴിക്ക് പ്രിയപ്പെട്ട കലാകാരൻ ഞങ്ങളെ പ്രോഗ്രാം നയിച്ചുകൊണ്ടിരിക്കുന്ന രഞ്ജു സിംഗറാണ്. അപ്പോൾ 2 തെരുവ് നായ്ക്കളെ കണ്ടപ്പോൾ കുറച്ച് പാല് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിച്ച ബോട്ടിലൊന്ന് കട്ട് ചെയ്തു, അതിൽ എന്താ പറയുക പാലൊഴിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അവർ കപ്പിൾസാ തോന്നുന്നു. 2 ആൾക്ക് കഴിക്കാനുള്ള പാത്രത്തിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും കുഴപ്പമില്ല. ഇത്ര ഒത്തൊരുമ മനുഷ്യന്മാർക്ക് പോലും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഒരു പ്ലേറ്റിൽ നിന്ന് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, വളരെ റയറാണ്. ഓക്കെ, അപ്പോൾ അത് രഞ്ജു കയ്യിൽ പാലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ നന്മയുള്ള ഈ മനുഷ്യൻ്റെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഒന്ന് കമൻറ്റ്സ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് എപ്പോഴും സഹജീവികളൊക്കെ നമ്മുടെ മിണ്ടാപ്രാണികളല്ലേ, ഇവരെ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക. ഞങ്ങളിപ്പോൾ ഉള്ളത് പാലക്കാട് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈഫിൻ ടിവിയുടെ പ്രോഗ്രാമാണ്. അതിൻ്റെ പ്രൊമോഷനായിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി. അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് ഒരു പാക്കറ്റ് പാല് മേടിച്ചു. ഞങ്ങൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലുണ്ട്, ആ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് രഞ്ജു അവർക്ക് എന്താ പറയുക പാല് കൊടുത്തു. ആ സ്നേഹത്തോടൊരു നോട്ടം കണ്ടില്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു കാക്ക വന്ന് ചോദിക്കുക രഞ്ജു എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ രഞ്ജു പറയുന്നത് എനിക്കെങ്ങനെ തരാം, കാരണം കാക്കക്ക് ഇത് കൊടുക്കാൻ നിവൃത്തില്ല. അപ്പം ബിരിയാണി റൈസൊക്കെയാണ് കൊടുക്കായിരുന്നു. പാലെങ്ങനെ കാക്ക പാത്രത്തിൽ കുടിക്കും, അതാണ് നമുക്കൊരു വലിയ ടാസ്ക്കാണത്. ഞങ്ങൾ ഊണിന് ഒരു 10 മിനിറ്റ് നിർത്തിയതാണ്. ആ സമയത്താണ് ഇങ്ങനെ സംഭവം തോന്നിയത്. ഇത് മൈഫിൻ ടിവിയുടെ പ്രോഗ്രാം വേണ്ടി ഞങ്ങൾ പ്രൊമോഷനായിട്ട് ഞങ്ങൾ പാലക്കാടേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ തോന്നിയത്. വലിയ സന്തോഷം. ഇപ്പോൾ വരെ ഓൾമോസ്റ്റ് ഹാപ്പിയായി. കാരണം 2 ആൾക്ക് 2 പാത്രം, വേറൊരു കുപ്പി കൊണ്ടിരുന്നത് അതൊരു വെട്ടി 2 ആൾക്ക് 2 പാല് കൊടുത്തപ്പോൾ അവർ ഹാപ്പിയായി. കണ്ടോ, 2 പാത്രത്തിൽ സെപ്പറേറ്റ് കൊടുത്തു. കണ്ടോ വാഹ. അപ്പോൾ അടുത്ത കാലത്ത് അവരിങ്ങനെ ആസ്വദിച്ച് പാല് കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും അവർ എൻജോയ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചു. നമ്മളെ കാക്കപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടോ. ഈ വീഡിയോകൾക്ക് ഇഷ്ടപ്പെടും. കണ്ട ഇവർ പോയിട്ട് കുടിച്ചോന്നൊക്കെ രഞ്ജു നിർദ്ദേശം കൊടുത്തു. അവർ 2 ആളും 2 പാത്രത്തിൽ മതിയാക്കി നിർത്തി പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ പറയുക ഒക്കെ ജീവനുള്ളതൊക്കെ ഒന്ന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പുണ്യം വേറെയാണ്. അന്നദാനം മഹാദാനമാണ്, രക്തദാനം ജീവദാനം അല്ലേ. അപ്പോൾ വളരെ സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ കാക്കപ്പോൾ ആ പോസ്റ്റിലായിരുന്നു, അവിടെ നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്തു. കാക്കക്ക് അറിയാം ഇവർക്ക് ഏകദേശം മടുത്തിരിക്കണു, ഞാൻ കുടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാക്ക ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ട ഈ ഒരു നന്ദി സൂചകം മതി. ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ വന്നപ്പോൾ കണ്ട ആ വാലയിടുന്നുണ്ടല്ലേ, ആ ഒരു സ്നേഹമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതൊരു കാരുണ്യമാണ്, അതൊരു സ്നേഹമാണ്. മാത്രമല്ല ഇത്തരത്തിൽ ചേർത്ത് പിടിക്കലുകളും സ്നേഹവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ മിണ്ടാപ്രാണികൾ നിങ്ങൾക്കൊരു ഉദാഹരണമായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം സൈൻ ഓഫ്. സ്നേഹത്തോടെ സ്വന്തം ഇടവേള. താങ്ക് യു, ബൈ.